ഭവാനി, എന്താ ചേച്ചി? ഒന്നും വല്ലതും കഴിച്ചേ? എനിക്ക് വേണ്ട ചേച്ചി. ഇപ്പം രണ്ടുപേരും ഇവിടെ നല്ല സന്തോഷിച്ച് വന്നിട്ട് നീ എന്തിനാ ഇവിടെ ഈ മുഖവും വീർപ്പിച്ചിരിക്കുന്നത്? ഞാൻ കഴിച്ചു. എനിക്ക് രാവിലത്തെ ആഹാരം നന്നായിട്ട് കഴിക്കണം. അതാ ഇന്ന് തെറ്റിയത്. എന്നാലും ഞാൻ നന്നായിട്ട് കഴിച്ചു. കഴിച്ചാ? കഴിച്ചു മോനെ. അമ്മ കഴിച്ചല്ലേ? നിങ്ങളൊന്ന് നെയ്യാറ്റങ്കരയ്ക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അന്ന് ഓണത്തിനോട് നിന്ന് ഇറങ്ങിയതല്ലേ? പിന്നെ ഇതുവരെ അങ്ങോട്ട് കണ്ടില്ലല്ലോ. കുറേ ദിവസമായിട്ട് വിചാരിക്കണം അങ്ങോട്ട് വരണമെന്ന്. ശ്രീ ഷോപ്പിന്റെ കാര്യമായിട്ട് തിരക്കിലായിപ്പോ അമ്മ. ആണോ? എന്നിട്ട് എന്തായി? എന്നിട്ട് നടക്കുമെന്ന് തോന്നണില്ല. ഓ, എല്ലാം ആയി. ഉദ്ഘാടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നടക്കത്തില്ലയോ ചേച്ചി? അതെന്താ പ്രശ്നം എന്നറിയാമോ? ആ കടയുടെ നേരത്തെ നമ്മൾ പറഞ്ഞ കടയുണ്ടല്ലോ, ആ കടയുടെ ഓണർ ശരിയല്ല. അയാൾ ഇടയ്ക്കിടയ്ക്ക് അഡ്വാൻസിൻ്റെ കാര്യത്തിലും ഒക്കെ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അയാളുടെ ഒപ്പം നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. നമ്മളിപ്പോൾ ഒരു ചെറിയ കട കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് റെസ്റ്റോറൻ്റ് ആക്കാമെന്ന് വിചാരിച്ച്. ഹോട്ടല്? അത് നല്ലതാ. ഇപ്പം നല്ല ആളാ ഹോട്ടലിൽ. നല്ല ഫുഡ് കൊടുത്താൽ നല്ല. എവിടെയാ അത് തുടങ്ങുന്നത്? അത് ഇൻഫോ പാർക്കിൻ്റെ അടുത്ത്. രാജഗിരി വാലി ഇല്ല മുമ്പ്, അവിടെ ആയിട്ട്. അടിപൊളിയാ. എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നായിരുന്നു. നല്ല സെറ്റപ്പാ. ഓ, ഷോപ്പ് മാറി ഇപ്പൊ ഹോട്ടലായോ? അതും എല്ലാരും കൂടി അങ്ങ് തീരുമാനിച്ചു. പെറ്റതള്ളയോട് അതും പറയണമെന്ന് തോന്നിയില്ലല്ലോ. ഭവാനി, പിള്ളേരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി അതേ ചെയ്യാനുള്ളൂ. ചേച്ചി, ഞാനൊരു സാധാരണ അമ്മയാണ്. ചേച്ചിയുടെ മനസ്സ് വലിയ വിശാലമായിരിക്കും. എനിക്കിതൊക്കെ നല്ല വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ടേ നിങ്ങളെല്ലാവരും കൂടെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ. എന്നോടൊന്നും പറഞ്ഞേക്കരുത്. അമ്മൂമ്മ, അച്ഛൻ കോട്ടയത്തെ സൈഡിൽ പണിക്ക് പോയേക്കുമല്ലേ, തിരിച്ച് വന്നാൽ ഉടനെ ഉദ്ഘാടനം. ഓ, നിങ്ങളും മാമനും അമ്മായിയും അമ്മയും നാത്തൂനും എല്ലാവരും കൂടി എന്തോന്ന് വെച്ചാൽ അങ്ങ് തീരുമാനിച്ചു. എൻ്റെ ഭവാനി, നല്ലൊരു കാര്യം നടക്കാൻ പോകുമ്പോൾ നീ എന്ത് വർത്തമാനം ഈ പറയുന്നേ? ചേച്ചി, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നതേ പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിൽ ശപിക്കാൻ തോന്നണമെങ്കിൽ ശപിച്ചോ. എല്ലാം നശിക്കട്ട്. അമ്മമാരെ ശാപം ബലിക്കുമെന്നാണല്ലോ. ശ്രീകുട്ട, അമ്മ ചുമ്മാ ഇരിക്കണോ അമ്മ? കുറെ നാളായിട്ട് സഹിക്കണം. ശ്രീ ചുമ്മാ ഇരി, വെറുതെ രംഗം വഷളാക്കാതെ. ഇനി എന്തോ രംഗം വഷളാകാൻ വേണ്ടിയിട്ട് ചേച്ചി അവരെ വിളിച്ചിട്ട് റെസ്റ്റോറൻ്റ് ഒന്നും തുടങ്ങണില്ലാന്ന് വിളിച്ച് പറഞ്ഞുതരാം. ഞാൻ അങ്ങ് ഗൾഫിൽ പോകാൻ പോകണം. അവിടെ ആകുമ്പോഴത്തെ ആരും പോകുന്നു കാണണ്ടല്ലോ. നീ എങ്ങും പോകണ്ട. ഞങ്ങളൊരു കാര്യത്തിനും വരുന്നില്ല. പൊന്നമ്മൂമ്മ ഒന്നും മിണ്ടാതിരുന്നൂടെ? ഒന്നാമത് കുറെ കഷ്ടപ്പെട്ടിട്ടാണ് മനുഷ്യനെ ഓരോ സംരംഭമൊക്കെ കുത്തിപ്പോകണത്. ഈ കട തുറക്കാത്തതിന് എന്തൊരു വിഷമം ഉണ്ടെന്ന് അറിയാം കുട്ടുപാവിന്. വല്ലതും അറിയാം അമ്മൂമ്മയ്ക്ക്? അമ്മയ്ക്ക് സഹകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അമ്മ സഹകരിക്കേണ്ട. എന്നാലും ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയുമല്ലോ. അച്ഛൻ വരികയും ചെയ്യും, അവനെ അനുഗ്രഹിക്കുകയും ചെയ്യും. അമ്മൂമ്മയുടെ സംസാരം കേട്ട അമ്മൂമ്മ കുട്ടുവാമന്റെ അമ്മയല്ലെന്ന് തോന്നുമല്ലോ. കൊച്ചേ, മിണ്ടാ തുടങ്ങണം ഇരുന്നോണം കേട്ടാ. ഭവാനി, നീ കുഞ്ഞിനോട് ദേഷ്യപ്പെടുവൊന്നും വേണ്ട. നിന്റെ പെരുമാറ്റം അങ്ങനെയാ. എല്ലാരും കൂടെ എന്നെ കുറ്റം പറഞ്ഞു. അവനെ ഇവിടെ ഇവളുടെ അടുത്ത് വന്നതിന് ശേഷം എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയത്. ഇപ്പോഴേ ആങ്ങളും പെങ്ങളും എല്ലാവരും കൂടെ ഒന്നായി. പക്ഷെ ഒരു കാര്യം ഓർത്തു, രണ്ടുപേരും ഈ വയറ്റിൽ നിന്നാ വന്നതെന്ന്. അമ്മ എന്തിനാണ് അമ്മ ഇങ്ങനെ വളഞ്ഞുറ്റി സംസാരിക്കണേ? അമ്മയ്ക്ക് ശ്രീയുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ശ്രീയുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് പറ. എന്തിനാണ് ചേച്ചീനെ പിടിച്ചു വലിച്ചിടണേ? അല്ലേ, എനിക്ക് എന്റെ മോളെ ഒന്നും പറയാൻ പറ്റത്തില്ലയോ? ഇപ്പൊ നാത്തൂന് അമ്മയെക്കാട്ടി വലിയ ആളായിപ്പോയല്ലോ. അമ്മൂമ്മ എന്നെ വലിയ ആള്. മിണ്ടായി കൊച്ചേ, നീ ഒന്നും മിണ്ടായിരുന്നേ. എന്താണമ്മ ഇത്? അമ്മ ഇനി സംസാരിച്ച് ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. മിണ്ടാതിരിക്കാൻ പറ്റുമോ അമ്മയ്ക്ക്? എനിക്ക് പറ്റുമെങ്കിൽ സഹകരിക്കേ. മേഡം മക്കളല്ലേ, അതുകൊണ്ട് പറയാം, പറ്റുമെങ്കിൽ സഹകരിക്കേ. ഒരു അരമണിക്കൂർ ഒന്ന് ആലോചിക്കേ. ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പ്രഷർ കയറ്റാതെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.